ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുബൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ചെറിയ ചൂടുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇത് പുളിച്ച് പൊങ്ങാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഞാനിവിടെ അടച്ചു വെക്കുകയാണ്. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അടച്ചു വെച്ച ഈസ്റ്റ് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് മിക്സ്ചർ മാവിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാവിൽ ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുള്ള വെള്ളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴയ്ക്കാം. ഇനി നമുക്ക് ഈ മാവ് ടേബിൾ ടോപ്പിലിട്ട് ഒന്ന് നല്ലവണ്ണം മയപ്പെടുത്തി എടുക്കണം. നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരല്പം എണ്ണ തൂത്തിട്ട് കവർ ചെയ്ത് ഒരു മണിക്കൂർ പൊങ്ങാൻ വെക്കാം. നമ്മുടെ മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവിനെ ചെറുതായി ഒന്ന് മയപ്പെടുത്തി ചെറിയ ഉരുളകളാക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇതിനെ ഒരു കോട്ടൺ തുണി കൊണ്ട് മൂടിയിടാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഉരുളകൾക്ക് ചെറിയ വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ചപ്പാത്തി പോലെ നമുക്ക് പരത്തിയെടുക്കണം. ഇനി പരത്തിയെടുത്തതെല്ലാം നമുക്ക് 5 മിനിറ്റ് ഒന്നുകൂടെ തുണി കൊണ്ട് മൂടിയിടാം. തവ നല്ലോണം ചൂടായിട്ടുണ്ട്. കുബൂസ് ഇട്ട് കൊടുത്ത ശേഷം മുകളിൽ ചെറിയ കുമ്പളകൾ പൊങ്ങും വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിനെ തിരിച്ചിടാം. ഇനി ഒരു സ്പെഷ്യൽ ട്രിക്കാണ്. ഇങ്ങനെ ഡയറക്റ്റ് ഫ്ലെയിമിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുമ്പം നമ്മുടെ കുബൂസ് നല്ലപോലെ കുമിളിച്ച് വരും. ഇട്ട് കൊടുക്കുക, നല്ലോണം വേവും. നമ്മൾക്ക് ഈ കുബൂസ് കൊണ്ട് ഷവർമ ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗാർലിക് സോസോ മയണൈസോ ഉണ്ടെങ്കിൽ അതിൻ്റെ കുട്ടികൾക്ക് കൊടുത്താലും കഴിച്ചോളും. കണ്ടോ, കുബൂസ് റെഡിയായി. അതേപോലെ എല്ലാ ബാക്കിയുള്ളതും ഇതേപോലെ റെഡിയാക്കി എടുക്കുക. നമ്മുടെ കുബൂസുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കുബൂസിനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തുണി കൊണ്ട് വല്ലതും മൂടി വെക്കണം. അപ്പോൾ അത് വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.